Hello, welcome to Neem's Classroom. Today let us go through an old LSS question paper. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സണ്ണ് മൂണ് എർത്താണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്താൻ. അപ്പോൾ വലുപ്പം അനുസരിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും വലുത് സണ്ണാണ് അല്ലേ, പിന്നെ എർത്ത്, പിന്നെ മൂണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പേരെഴുതുക. ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അവർ പറഞ്ഞിരിക്കുന്ന പിക്ചർ 1 പിക്ചർ 2 ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ഏതാണ് ഫുൾ മൂൺ ഏതാണ് ന്യൂ മൂൺ എന്ന് എഴുതുക. അപ്പോൾ ഫസ്റ്റ് പിക്ചറാണ് ഫുൾ മൂൺ. അത് നമുക്ക് എർത്തുനിന്ന് ഫുൾ മൂണിനെ കാണാം. കാരണം ഏത് ഭാഗമാണോ മൂണിൻ്റെ ഫേസ് സണ്ണിനെ ഫേസ് ചെയ്തിരിക്കുന്നത് ആ പാർട്ട് തന്നെയാണ് എർത്തിലും കാണുന്നത്. അപ്പോൾ ഫുൾ മൂണിന് അന്ന് കാണാൻ പറ്റും. പക്ഷേ പിക്ചർ 2 എങ്ങനെയാണെന്ന് വെച്ചാൽ മൂണിന് സ്വന്തമായിട്ട് വെളിച്ചമില്ല എന്നറിയാലോ അല്ലേ. അപ്പം സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഭാഗമല്ല എർത്തിനെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് അന്ന് നമുക്ക് മൂണിനെ കാണാനേ പറ്റില്ല. അതുകൊണ്ട് അത് ന്യൂ മൂൺ ഡേ ആണ്. അപ്പോൾ പിക്ചർ 1 ഫുൾ മൂണും പിക്ചർ 2 ന്യൂ മൂൺ ഓർ അമാവാസിയാണ്. പിന്നെ നിങ്ങളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം ആ പിക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th March ഫുൾ മൂൺ ആണെങ്കിൽ അടുത്ത ഫുൾ മൂൺ എപ്പോഴായിരിക്കും? 6th April ആയിരിക്കും. ഒരു 30 days ഗ്യാപ്പ് വേണം. 29.5 days ആക്യുറേറ്റായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു മാപ്പിൻ്റെ മുകളിലത്തെ ഭാഗം നോർത്ത്, താഴെ സൗത്ത്, നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ്റ്റ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെസ്റ്റ്. ഇനി ഓരോ സിമ്പിൾസും താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഇസ് ദ റിവർ? അപ്പോൾ റിവർ കിടക്കുന്നത് അവിടെ സൗത്തിലാണ്. അപ്പോൾ സൗത്ത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ദ പാർക്ക്? പാർക്കും സൗത്തിലാണ്. സോ യു ഷുഡ് റൈറ്റ് സൗത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് ഇസ് ദ പ്ലേ ഗ്രൗണ്ട്? അപ്പോൾ ആദ്യം ഫ്ലാഗ് പോസ്റ്റ് നോക്കുക, അതിൻ്റെ ഏത് ഡയറക്ഷനിലാണ് പ്ലേ ഗ്രൗണ്ട് ഉള്ളത് എന്ന് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും സൗത്ത് വെസ്റ്റ് ആണെന്ന്. Next question, there is a garden on the west direction of the school building. Draw the garden in the sketch. അപ്പോൾ ഗാർഡനിന് അവർ പൂവാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേപോലെ വെസ്റ്റ് സൈഡിൽ ഒന്ന് വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻസ്. ഏതാണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്? മെറൈനസ് കോമ്പസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണത്? ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ഫോർ ദ എബവ് ലീഫ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട? എബവ് ലീഫ് നമുക്കറിയാം, അത് പാരലൽ വിനേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ പാരലൽ വിനേഷൻ ആകുമ്പം റൂട്ട് സിസ്റ്റം ഫൈബ്രസ് ആയിരിക്കും. നമ്പർ ഓഫ് കോട്ട്ലിഡോൺസ് മോണോകോട്ട് അല്ലെ മോണോകോട്ട്ലിഡോണസ് പ്ലാന്റ്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് കാൻഡിൽ വിൽ എക്സ്റ്റിങ്ക്വിഷ് ഫസ്റ്റ്? അപ്പോൾ ഫസ്റ്റ് കെട്ട് പോകുന്ന കാൻഡിലായിരിക്കും പിക്ചർ 8. കാരണം കാൻഡിൽ കത്തണമെങ്കിൽ എയർ വേണം, അല്ലെങ്കിൽ ഓക്സിജൻ വേണം. അവിടെ ആ എയിലാണ് ഏറ്റവും കുറച്ച് എയർ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ എക്കോ ക്ലബ് എ പാർക്ക് is going to be established in a school. As a part of this, a butterfly park is also set up here. Water plants and aquatic animals are also in this park. What is the name of such a park? അപ്പോൾ നമ്മൾക്കറിയാം അങ്ങനത്തെ ഒരു പാർക്കിനെ നമ്മൾ വിളിക്കുന്നതാണ് എക്കോ പാർക്ക്. A child fainted while standing in the assembly line. In such a situation, what should be avoided? ഒരു ചൈൽഡ് ഫെയിൻറ്റ് ചെയ്താൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഹോൾഡ് ദ ലെഗ്സ് ഹൈ. നെയിം ദ ബേർഡ് വിത്ത് ലോങ്ങസ്റ്റ് ടോസ്. ലോങ്ങസ്റ്റ് ടോസ് ഉള്ള ബേർഡാണ് ബ്രോൺസ് വിങ്ഡ് ജക്കാന അല്ലെങ്കിൽ നോർത്തേൺ ജക്കാന, താമരക്കോഴി എന്ന് പറയുന്നത്. Name the struggle which demanded that the taxes imposed on peasants should be reduced when the yields are low. അതാണ് ആൻസറാണ് ഖേദ സത്യാഗ്രഹ. വിച്ച് among the following statements is correct? ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ദിസ് സോങ് വാസ് റിട്ടൺ ബൈ ശ്രീകുമാരൻ തമ്പി. ദാറ്റ്സ് റോങ് അല്ലേ. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഇരയമ്മൻ തമ്പി. Songs of a locality that are passed from one generation to another are used in കോൽക്കളി. അതും തെറ്റാണ്. വടക്കൻ പാട്ടു are the songs describing the valor and greatness of famous warriors like തച്ചോളി ഉദയനൻ and ഉണ്ണിയാർച്ച. അത് ശരിയാണ്. In autumn തുള്ളൽ, ഡാൻസ്, ആക്ടിങ്, മ്യൂസിക് ആൻഡ് ദ മുദ്രാസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അത് തെറ്റാണ്, കഥകളിക്കാണ്. അപ്പം നമ്മൾക്ക് ഇവിടെ ശരിയുള്ള ഏതാണ്? സി ആണ്.
Next question. The people of one of the states of India's favorite animal is Mithun. Which is the state? Arunachal Pradesh. അരുണാചൽ പ്രദേശിന് ഒരു പേരും കൂടി ഉണ്ടായിരുന്നു, പാരഡൈസ് ഓഫ് ഓർക്കിഡ്സ്. അതും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. Which among the following is not correct? National song Bankim Chandra Chatterjee. That is correct. National anthem Rabindranath Tagore. That is also correct. National flag Pingali Vengaya. That is also correct. Now fourth one, national emblem Muhammad Iqbal. That is wrong. It is lion, capital of Ashoka. So our answer is D. The medium of communication that transfers information to a large number of people at the same time is known as. അങ്ങനത്തെ മീഡിയയ്ക്ക് നമ്മൾ എന്താ പറയുക? ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയാസൊക്കെ ഇല്ലേ, അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് കുറേ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിൽ ഒരുമിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അങ്ങനെ പറയുന്ന പേരാണ് മാസ് മീഡിയ. ആൻസർ ഇസ് മാസ് മീഡിയ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.